ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു ചിക്കൻ കറി ചടപടേന്ന് തയ്യാറാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ സവാള, പച്ചമുളക്, തക്കാളി, കറിവേപ്പിലൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ ഒരു കയ്യിൽ ക്യാമറ, ഒരു കയ്യിൽ കത്തി, എല്ലാം കൂടി ക്യാമറയൊക്കെ ഷേക്ക് ആവുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ, ക്ലാരിറ്റി ഒക്കെ ഇത്തിരി കുറവുണ്ടാവും. അപ്പോൾ ഒരു പാത്രത്തിൽ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച ശേഷം നമ്മൾ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പോവുകയാണേ. ചിക്കനൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ ചിക്കൻ മസാല, മുളക് പൊടി, ഉപ്പ് ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ആദ്യം റെഡിയാക്കി എല്ലാ സംഭവങ്ങളും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതാണ് മെയിനായിട്ടുള്ള ഒരു സ്റ്റെപ്പ്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയ ശേഷം ഒരു 5 മിനിറ്റ് നമ്മളൊന്ന്, ഒരു 10 മിനിറ്റോ 5 മിനിറ്റോ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഒന്ന് മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ. അപ്പോഴേക്ക് ഞാൻ അടുപ്പത്ത് ചീനച്ചട്ടിയൊക്കെ വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് എണ്ണയൊക്കെ ഇങ്ങനെ ചൂടായി വരുന്നുണ്ടായിരുന്നു. ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഈ ചിക്കൻ്റെ കൂട്ട് നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ട് ആ എണ്ണയൊക്കെ ഒന്ന് എല്ലായിടത്തും പിടിക്കുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഒരു മൂടി വെച്ചിട്ടൊന്ന് അടച്ചു കൊടുത്താൽ നമുക്ക് ഈ തീയിൻ്റെ ചൂടും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇടയ്ക്കൊന്ന് വന്നിട്ട് എന്തെങ്കിലും ജോലികളൊക്കെ അപ്പുറത്തുണ്ടെങ്കിൽ ചെയ്യാം. ഒരുപാട് ഈ ഉള്ളിയൊക്കെ വഴറ്റി എല്ലാ മസാലകളൊക്കെ വഴറ്റി അങ്ങനെ കുറേ സമയം കളയേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഈസി ചിക്കൻ കറിയാണെന്ന് പറഞ്ഞത് കേട്ടോ. എന്നെപ്പോലുള്ള മടിച്ചികൾക്കൊക്കെ പറ്റിയൊരു റെസിപ്പിയാണ്. ആരെങ്കിലും അങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്തോളൂ. ഒരു അടപ്പ് വെച്ചിട്ട് ഞാനൊന്ന് മൂടി കൊടുത്തു. എനിക്ക് ഇത്തിരി ജോലികൾ അപ്പുറത്ത് ബാക്കിയുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ചെയ്ത് ഇടയ്ക്കൊന്ന് വന്നിട്ട് ഞാനൊന്ന് തുറന്നു നോക്കി. അപ്പോൾ അതാ നല്ല അതിൻ്റെ ആ ഗ്രേവിയൊക്കെ നല്ല തിളച്ച് വരുന്നുണ്ടായിരുന്നു. ഇനി നമ്മളെ ഇതിനനുസരിച്ച് നമ്മൾ ചിക്കൻ്റെ വേവ് എന്നൊക്കെ നമ്മൾ നോക്കുമല്ലോ. ആ ഒരു തിക്ക് ഗ്രേവിയൊക്കെ കിട്ടുന്ന രീതിയിലോ എങ്ങനെയാണ് നമ്മളെ ഇഷ്ടം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇവിടെ ശിവക്കുട്ടിക്കൊക്കെ അത്യാവശ്യം ഗ്രേവി വേണം, ഒരുപാട് ഡ്രൈ ആവണത് ഇഷ്ടമല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഈസി ചിക്കൻ കറി. ഒന്ന് വേവാനുള്ളൊരു ചെറിയൊരു ടൈം കൊടുത്തെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് കേട്ടോ. ബായ്. എല്ലാവർക്കും